ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് 8 വില്ലകൾ വരുന്ന ഒരു ക്യൂട്ട് വില്ല പ്രോജക്റ്റാണ്. വളരെ നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന വില്ല പ്രോജക്റ്റ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പൂക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ മലയിടം തുരുത്തെന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റോപ്പ് വരും. അവിടെ നിന്ന് നമുക്ക് 500 മീറ്റേഴ്സാണ് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ലാൻഡ് മാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാജഗിരി ഹോസ്പിറ്റൽ 6 കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ നമുക്ക് 3.2 കിലോമീറ്റേഴ്സാണ് വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് ഒരു 35 to 40 മിനിറ്റ്സേ വരുന്നുള്ളൂ. നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സിൽ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്കാണെങ്കിൽ നമുക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സ്ട്രാറ്റജിക്കലി വളരെ നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്ത വീടുകളാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മുൻപും ഇതുപോലെ പൂക്കാട്ടുപടി ഒരു വില്ല പ്രോജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അത് സെയിലായിപ്പോയി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞോ നമ്മുടെ വ്ളോഗ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മൾ 1 CR താഴെ നമുക്കധികം ഓപ്ഷൻസ് വരാറില്ല. കാരണം നല്ല ഓപ്ഷൻസ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ എനിക്കില്ല. നമുക്ക് അത് 100% നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ അധികം ഓപ്ഷൻസിലേക്ക് പോകാത്തത്. കാരണം പലതും കാണുമ്പോൾ നമുക്ക് പല പല ഇഷ്യൂസ് ആയിരിക്കും. ചിലപ്പോൾ കരഭൂമിയിലായിരിക്കില്ല, ചിലപ്പോൾ ഫ്ലഡ് എഫക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലീഗൽ ക്ലിയർ ആയിരിക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്രോജക്ട്സ് അത് ഏതാണെങ്കിലും നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഒരു വ്ളോഗിലേക്ക് മൂവ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് കണ്ടപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 66 lakhs-നും 76 lakhs-നും ഇടയിൽ വളരെ നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത വീടുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊരു സെമി ഫേർണിഷ്ഡ് ആയിട്ട് വരുന്ന വീടുകളാണ്. അതുപോലെ ഇവിടെ നമുക്ക് കിണർ വെള്ളം വരുന്നുണ്ട്, KWA കണക്ഷൻ വരുന്നുണ്ട്. നമുക്കിത് കരഭൂമിയാണ്, ഫ്ലഡ് എഫക്റ്റഡ് അല്ല. അതുപോലെ ബാങ്കുകളാണെങ്കിൽ നമുക്ക് ICICI HDFC എല്ലാം അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ലീഗൽ സൈഡ് എല്ലാം ക്ലിയർ ആണ്. അപ്പം ഇതെല്ലാം അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു പ്രോജക്റ്റ് ആണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്. ഇത് 43 സെൻസിൽ 8 വില്ലാസാണ് വരുന്നത്. 4 മീറ്റർ വൈഡ് റോഡുകൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് 3 നമ്പേഴ്സ് നമുക്ക് 3 BHK ആണ് വരുന്നത്. അതുപോലെ തന്നെ 5 നമ്പേഴ്സ് നമുക്ക് 4 BHK ആണ് വരുന്നത്. 1621 സ്ക്വയർ ഫീറ്റ് തൊട്ട് 1891 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. ഓരോന്നും ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പ്രൈസ് റേഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 66 lakhs തൊട്ട് 76 lakhs ആണെന്ന്. അതുപോലെ ലാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് മിനിമം നമുക്ക് ഒരു 4 സെൻറ്റിന് മുകളിൽ വരുന്നുണ്ട്. അതുപോലെ 5 സെൻറ്റിന് താഴെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ലാൻഡ് എക്സ്റ്റൻഷൻ വരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡി ടു മൂവിനാണ്. ഓക്കെ, നിങ്ങൾക്ക് വന്ന് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. ഒരു സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലാണ് ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ മാർക്കറ്റിങ്ങിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറൻ്റ്ലി 8 വില്ലകളും അവൈലബിൾ ആണ്. ആദ്യം വരുന്നവർക്ക് ചൂസ് ചെയ്ത് എടുക്കാനുള്ളൊരു പ്രൊവിഷൻ ആക്ച്വലി ഉണ്ടാകും. ഇനി നമ്മളിതിൻ്റെ ഒരു വാക്ക് ത്രൂ റെഡിയാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് 1870 സ്ക്വയർ ഫീറ്റിൽ
വരുന്നൊരു 4 BHK വില്ലയാണ്. ഇത് 4.23 സെൻസിലാണ് വരുന്നത്. ഇത് നമുക്ക് ഏറ്റവും വലിയൊരു വില്ലയാണ്. വില്ല നമ്പർ 1 ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വാക്ത്രൂവിന് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കാർ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. കിണർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല വെള്ളമാണ്, അതുപോലെ നല്ല ലാൻഡാണ്. ആക്ച്വലി നല്ലൊരു ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ലിവിങ് ഏരിയ. ഞാൻ പറഞ്ഞിരുന്നത് സെമി ഫർണിഷ്ഡ് ആണ്. നമുക്കിവിടെ മൂവബിൾ ഫർണിച്ചേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാം ലൈറ്റ്സ്, ഫാൻ, എല്ലാ കാര്യങ്ങളും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നത്. ഓക്കെ, ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൻ്റെ ഒരു വാഷ് ഏരിയയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു കിച്ചൺ എന്ന് പറയുന്ന ഏരിയ. അവിടെ നമുക്ക് കബേർഡ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല നീറ്റായിട്ട് ക്വാളിറ്റിയിൽ അവർ നിന്ന് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകളാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബിൽഡേഴ്സിലൊക്കെ ഉള്ള സമയം തൊട്ടേ നമുക്ക് പരിചയമുള്ള ആളുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ബാക്ക് സൈഡ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും അവർ അത്യാവശ്യം ലാൻഡ്സ്കേപ്പൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു രീതിയിലാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു 4 BHK എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബെഡ്റൂംസ് നമുക്ക് താഴെ വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഈ ഒരു 4.23 സെൻസിൽ വരുന്ന ഈ ഒരു വീടാണ് ഇത്രയും യൂട്ടിലൈസ് ചെയ്തിരിക്കണേന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ നമ്മൾ കബേർഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂംസ് ആണെങ്കിലും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഫിറ്റിങ്സും സാനിറ്ററി വെയർസ് എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ലൈറ്റായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ബാത്റൂംസിനെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം. ഈ കാണുന്നതെന്ന് പറയുന്നത് സെക്കൻഡ് ബെഡ്റൂമാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് പേര്, പ്രത്യേകിച്ച് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് 2 ബെഡ്റൂം നമുക്ക് താഴെ കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും എന്നുള്ളത്. അപ്പം അവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. എഗെയിൻ ഇതിൻ്റെ നമുക്ക് ഒരു ബാത്റൂം ടൈൽസിൽ വരുന്നൊരു ചെറിയ ഒരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു ഫസ്റ്റ് റൂം കണ്ട പോലെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റേതെല്ലാം നമ്മൾ കബേർഡ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് താഴെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ബെഡ്റൂം കണ്ടു, അതുപോലെ ലിവിങ്, ഡൈനിങ്, കിച്ചൺ. ഇനി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയ ആണ് വരുന്നത്. ഇനി നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഒരു ടെറസ് ഏരിയ പോലെ എഗെയിൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഏരിയ നമുക്കൊരു ടെറസ് പോലെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു മൊത്തത്തിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യൂ ആണ് കേട്ടോ. അത് നമുക്ക് ഫുൾ ആൾക്കാരായി കഴിയുമ്പോൾ ഭയങ്കര ലൈവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും. ഇതാണ് ഞാൻ ആ പറഞ്ഞൊരു ടെറസ് ഏരിയ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ താഴത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ അവിടെ ഒരു ചെറിയൊരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് നമുക്ക് ആ ഒരു ലിവിങ് ഏരിയനെ ബേസ് ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ താഴെ കണ്ട പോലെ തന്നെ 2 ബെഡ്റൂംസാണ് നമുക്ക് മുകളിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. നമുക്ക് നല്ലൊരു ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ വിൻഡോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇതാണ് അതിൻ്റെ ഒരു ടോയ്ലറ്റ് വരുന്നത്. എല്ലാ ബാത്റൂംസും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസാണ്. എല്ലാ ബെഡ്റൂംസും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേ സൈസ് തന്നെയാണ് എല്ലാ ബെഡ്റൂമുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം വരുന്നത്. ബാത്റൂം ഒന്നും ഒട്ടും കൺജസ്റ്റഡ് അല്ല, അത്യാവശ്യം നല്ല പ്ലാനാണ്. ഈ ഒരു 4.23 സെൻസിൽ വളരെ നല്ലൊരു പ്ലാനാണ്. ഇനി ഇത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. അതിൻ്റെ ഒരു ടോയ്ലറ്റിൻ്റെ കളർ കോമ്പിനേഷനാണ് ഈ കാണുന്നത്. എഗെയിൻ അത് ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ടോയ്ലറ്റിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി റൂം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു എന്താ പറയുക ഓഫീസ് റൂമൊക്കെ ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ശരിക്കും ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി റൂമാണ്. നമുക്ക് വാഷ് മെഷീനും അതുപോലെ തന്നെ അയണിങ്ങും ഒക്കെ നമുക്ക് നടത്താൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റെയർ മുകളിലേക്ക് പോകുന്നത്. മുകളിൽ വരുമ്പോൾ നമുക്കിവിടെ വളരെ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീടിൻ്റെ ഒരു ബാത്റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് ഏറ്റവും വലിയ വീടാണ്. ഇതിൽ നമുക്ക് 3 BHK അവൈലബിൾ ആണ്. ഓരോ ആളുകളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. നമുക്കിപ്പം ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓക്കെ നിങ്ങൾക്കിത് കൊള്ളാം, ഇത് നമുക്ക് നോക്കാമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളിതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.